ജോലി ചെയ്യുന്ന താൽക്കാലിക ജീവനക്കാരൻ 50,000 രൂപ താഴെ ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥൻ, അയാൾ പിന്നെ ഇവയിൽ ജോലിക്കാരനാകുന്നു. അവിടെ നിന്ന് വീണ്ടും തിരിച്ച് അയാൾ ഇങ്ങോട്ട് വരുന്നു. എല്ലാ ഇടപാടുകളും സിഇഒയ്ക്ക് വേണ്ടി നടപ്പാക്കാൻ ഇയാൾ ശ്രമിക്കുന്നു. ദുരൂഹമായ ഒരു നിയമനമല്ലേ ഇതെന്ന് വ്യക്തമാക്കും എന്നുള്ള കാര്യം മന്ത്രിക്ക് അറിയാമോ? അതോടൊപ്പം തന്നെ മന്ത്രിയുടെ കൈകൾ ശുദ്ധമാണെങ്കിൽ അനർട്ടിന്റെ കഴിഞ്ഞ 5 വർഷത്തെ മുഴുവൻ ഇടപാടുകളും ഫോറൻസിക് ഓഡിറ്റിന് വിധേയമാക്കാൻ ധൈര്യമുണ്ടോ? അങ്ങനെയാണെങ്കിൽ അതിന് എത്രയും പെട്ടെന്ന് ഒരു ഫോറൻസിക് ഓഡിറ്റിന് മന്ത്രി തയ്യാറാകുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അപ്പോൾ ഈ 9 ചോദ്യങ്ങളാണ് എനിക്ക് മന്ത്രിയുടെ മുമ്പിൽ വെക്കാനുള്ളത്. സംസ്ഥാനത്തെ പാവപ്പെട്ട കർഷകരുടെ അഭിപ്രായങ്ങൾ പറയുന്ന ഒരാളാണ് ഇപ്പോഴത്തെ മന്ത്രി. പാവപ്പെട്ട കർഷകർക്ക് സൗരോർജ പമ്പുകൾ നൽകാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് ആവിഷ്കരിച്ച PM കുസും പദ്ധതിയിലാണ് ഇത്രയും വലിയ അഴിമതി ഉണ്ടായിട്ടുള്ളത്. അതുകൂടാതെ തിരുവനന്തപുരത്തെ സ്മാർട്ട് സിറ്റി പദ്ധതി ഉൾപ്പെടെ കേരളത്തിലെ വിവിധ സ്ഥാപനങ്ങൾ അനർട്ടിൽ നൽകുന്ന ഓർഡറുകൾ എല്ലാ ഡിപ്പാർട്ട്മെന്റും ഇതുപോലെ കൊടുക്കും. 100 കോടി, 50 കോടി, 250 കോടിക്കൊക്കെ ഈ സൗരോർജ പ്ലാന്റുകൾ സ്ഥാപിക്കാൻ അനർട്ടിന് കൊടുക്കാറുണ്ട്. അതെല്ലാം വിവിധ കമ്പനികൾക്ക് കൊടുക്കുന്ന കാര്യത്തിലും വലിയ തോതിലുള്ള ക്രമക്കേടുകളും അഴിമതിയും ചൂണ്ടിക്കാണിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മിനിഞ്ഞാന്ന് ഞാൻ തന്നെ തിരുവനന്തപുരത്ത് സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട ഈ ക്രമക്കേടുകളെ സംബന്ധിച്ച് അതിൻ്റെ വിശദാംശങ്ങൾ പുറത്തുവിടുകയുണ്ടായി. അപ്പോൾ വൈദ്യുതി മന്ത്രി ഒരു ഓഡിറ്റിന് തയ്യാറാകുമോ? ഒരു ഫോറൻസിക് ഓഡിറ്റ് നടത്തിയാൽ ഈ വസ്തുതകളെല്ലാം പുറത്തു വരും. അപ്പോൾ ഇത്രയും വലിയൊരു അഴിമതി നടന്നിട്ട് ഒന്നും വൈദ്യുതി വകുപ്പ് സെക്രട്ടറി അന്വേഷിക്കുമെന്ന് പറഞ്ഞു. ഇപ്പോൾ പത്രത്തിൽ കാണുന്നത് ഈ അഴിമതിക്ക് നേതൃത്വം കൊടുക്കുന്ന ആൾ തന്നെ ഇത് അന്വേഷിക്കുമെന്ന് പറയുന്നു. ഏതായാലും ഇതേ സംബന്ധിച്ചുള്ള വിശദമായ അന്വേഷണം അനിവാര്യമാണ്. ഇതിനു വേണ്ടിയിട്ടുള്ള ശക്തമായ നീക്കങ്ങളുമായി ഞാൻ മുന്നോട്ട് പോകുന്നതാണ്. അങ്ങനെയല്ല, താൽക്കാലിക ജീവനക്കാരനായി ഇയാൾ അനർട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇയാളായിരുന്നു EY എന്ന് പറയുന്ന കമ്പനിക്ക് കൺസൾട്ടൻസി കിട്ടാൻ വേണ്ടി ശ്രമിച്ച ആൾ. എന്നിട്ട് അയാൾ അവിടെ നിന്ന് എന്ത് ചെയ്യുന്നറിയോ? രാജിവെച്ചിട്ട് അലേർട്ടിലെ അഴിമതി ആരോപണം അത് കുറച്ചുകൂടി കടുപ്പിക്കുകയാണ് രമേശ് ചെന്നിത്തല. തുടർച്ചയായി അദ്ദേഹമാണ് ഈ അഴിമതി ആരോപണം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒരു ഓഡിറ്റിന് തയ്യാറാണോ എന്നുള്ളതാണ് അദ്ദേഹം ചോദിക്കുന്നത്. താനുമായൊരു സംവാദത്തിന് തയ്യാറാണ് എന്നത് കഴിഞ്ഞ ദിവസമാണ് വൈദ്യുതി മന്ത്രി 24-ലൂടെ പറഞ്ഞിട്ടുള്ളത്. അതിനല്ല പ്രാധാന്യം നൽകേണ്ടത്, ഒരു ഓഡിറ്റിന് തയ്യാറാണോ എന്നത് ഉൾപ്പെടെയുള്ള ചോദ്യങ്ങൾ ഇതിൽ അന്വേഷിക്കാനുള്ള അധികാരം ഇപ്പോൾ നൽകിയിരിക്കുന്നത് അഴിമതിക്ക് കൂട്ടുനിന്ന, അഴിമതിക്ക് നേതൃത്വം നൽകിയ അനർട്ട് CEO ആണ് എന്നതിൻ്റെ വിരോധാഭാസം അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയും ചെയ്യും.